ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 27 അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിന്റെ തിരുനാൾ. അലക്സാണ്ട്രിയയിലെ തെയോഫിലോസ് മെത്രാപ്പോലിത്തായുടെ സഹോദരപുത്രനാണ് സിറിൽ. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് കുറേ നാൾ മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ചു. 412 ഒക്ടോബർ 17 സിറിൽ അലക്സാണ്ട്രിയയിലെ മെത്രാപ്പോലീത്തയായ ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പോലീത്ത ആയിരുന്ന നെസ്തോറിയസിനെ സ്ഥാനഭ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച കത്തിൽ അദ്ദേഹത്തെ അഭിനവ യൂദാസായ നെസ്തോറിയസ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഈ ദൃശ്യമായ ശൈലി സിറിലിന്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം നേടാൻ സഹായിച്ചിട്ടില്ല. നെസ്തോറിയൻ വാദപ്രതിവാദങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ സിറിൽ എഴുതിയ വാക്കുകൾ ഇത് ഉപോത്ബലകമാണ്, ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു, തർക്കങ്ങളെയും ശണ്ടകളെയും എന്ന പോലെ യാതൊന്നിനെയും ഞാൻ വെറുക്കുന്നില്ല. എഫേസൂസ് സൂനകദോസിൽ പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിച്ചു. നെസ്തോറിയൻ സിദ്ധാന്തങ്ങൾ പാഷണ്ഡതയാണെന്ന് ബോധ്യപ്പെടുത്തി. കന്യകാ മറിയത്തിന്റെ ദൈവ മാതൃസ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. വേദപാരംഗതനായ സിറിൽ തെയോത്തോക്കസ് എന്ന പദത്തിലൂടെ ദൈവത്തെ വഹിച്ച ദൈവമാതാവിന്റെ മഹത്വം ഉയർത്തി. 444 ജനുവരി 28 ഒരു മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സിറിൽ നിര്യാതനായി. 1944 12 പിയൂസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിയ ലേഖനത്തിൽ വിശുദ്ധ സിറിലിനെ പൗരസ്ത്യ സഭയുടെ അലങ്കാരമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. വിശുദ്ധ സിറിലെ ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.